അല്ല, സരിതയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ഞാൻ സരിതയുടെ കാര്യമൊന്നും പറഞ്ഞില്ല, കോമൺ ആയിട്ട് മൊത്തത്തിലേ പറഞ്ഞു. ഞാൻ കോമൺ ആയിട്ട് മൊത്തത്തിലോ സരിതയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ആലോചിച്ചു നോക്കണം. തന്റെ അച്ഛനെ പോലെ കാണുന്നു എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് പോലും കള്ളങ്ങൾ പറയാൻ സരിതമാർക്ക് മടിയില്ലായിരുന്നു. ഇനി ഈ ശ്രീ മുകേഷ് എന്ത് തെറ്റാ ചെയ്തത്? ഈ സ്ത്രീ മുകേഷിനോട് 25,000 രൂപ ചോദിച്ചു, 1,00,000 രൂപ ചോദിച്ചു. റേപ്പ് ചെയ്തവന് മുകേഷിന്റെ ഭാര്യ സരിത പബ്ലിക് ആയിട്ട് കൊടുത്ത മൊഴിയുണ്ടല്ലോ. മുകേഷിന്റെ മുൻ ഭാര്യ സരിത കൊടുത്ത മൊഴിയുണ്ടല്ലോ. രണ്ടാം ഭാര്യ അനുവദിക്കുമ്പോൾ മുകേഷിനെ നിങ്ങൾ പരിശുദ്ധവൽക്കരിക്കേണ്ട ആവശ്യമില്ല. മുകേഷിനെ പരിശുദ്ധവൽക്കരിക്കേണ്ട ആവശ്യമില്ല. മുകേഷിനെ പരിശുദ്ധവൽക്കരിക്കേണ്ട കാര്യമില്ല. അല്ലല്ല, അതുകൊണ്ട് മുകേഷിനെ രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഒരു സെക്കൻഡ് പൂർത്തിയാക്കട്ടെ. സരിത എന്ത് വേണമെങ്കിൽ പറയട്ടെ. സരിതയുടെ വാക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് കള്ളക്കേസ് മുകേഷിനെ കൊടുക്കണോ? സരിത മുകേഷിനെ കുറിച്ച് പറഞ്ഞു കാണും. സരിതയുടെ പേര് പറഞ്ഞു ഇവിടെ സമയം കളയണം. അതിന് തർക്കമുള്ള കാര്യമല്ല. ഏതെങ്കിലും രീതിയിൽ മുകേഷിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റൊരു ബലാത്സംഗ കേസിൽ മുകേഷിനെ കള്ളക്കേസ് കൊടുക്കണോ? എന്ത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്? സരിത അദ്ദേഹത്തിന്റെ ഭർത്താവ് ഡിവോഴ്സായി വ്യക്തിഗത കാരണം പറഞ്ഞതാണ്. പക്ഷെ അതുകൊണ്ട് വേറെ കള്ളക്കേസ് കൊടുക്കണോ? എന്തൊരു നാടാണിത്? എന്തെങ്കിലും ശ്രീ രാഹുൽ, പക്ഷെ മുകേഷ് അതൊരു തെറ്റായ വാദമാണെന്നൊന്നും നമുക്കിപ്പോ പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോ സ്വാഭാവികമായി മുൻകൂർ ജാമ്യം കിട്ടി അന്വേഷണം നടക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ അന്വേഷണ ഏജൻസിയും കോടതിയൊക്കെ തീരുമാനിക്കേണ്ടതല്ലേ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അഖില മേഡം ഒരൊറ്റ കാര്യം, പീഡിപ്പിച്ചവനും റേപ്പ് ചെയ്തവനും ഉമ്മ സ്മൈലി ആരെങ്കിലും അയക്കുവോ? പീഡിപ്പിച്ചവനും റേപ്പ് ചെയ്തവനും ഉമ്മ സ്മൈലി അയക്കുവോ? അതെന്ത് തരം പീഡനമാണ്? ഉമ്മ സ്മൈലി അയക്കുന്ന പീഡനം എന്താണ്? 1,00,000 രൂപ ചോദിക്കുമോ? 25,000 രൂപ ചോദിക്കുമോ? ഞാനത് സമ്മതിക്കുന്നു. മുകേഷിന്റെ വാദം ഞാൻ സമ്മതിക്കുന്നു. ഒപ്പം മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീയുടെ വാദങ്ങളും അംഗീകരിക്കണമല്ലോ നിലവിൽ. കാരണം കോടതി ഒരു തീരുമാനം എടുക്കുന്നത് വരെ നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കണമല്ലോ. മാഡം അത് എത്തിക്കോട്ടെ. പക്ഷേ അഖില മാഡം ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് കള്ള പരാതിയാണ് സരിത കൊടുത്തതെന്ന് തെളിഞ്ഞു, കോടതി തെള്ളി. മുഖ്യമന്ത്രിക്കെതിരെയാണ് സരിത കള്ളം പറഞ്ഞത്. സരിതയ്ക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ? ഇവിടെ ആണിനെതിരെ വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകാറുണ്ടോ? ഇപ്പം വ്യാജമാണെന്ന് എല്ലാവർക്കും ഉറപ്പാണല്ലോ. കോടതി വിധി ഉണ്ടായി. സമയക്കുറവ് മൂലം ഇടപെടുകയാണ് രാഹുൽ. സജിനിക്ക് കൂടി പറയാനുള്ളത് എനിക്ക് പറയാനുണ്ട്. അല്ല, മുകേഷിനെ ഇത്ര മഹത്വവൽക്കരിക്കേണ്ട ആവശ്യമില്ല. മുകേഷിനെ ഇത്ര മഹത്വവൽക്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പരാതി നിലനിൽക്കുകയാണ്. മുൻകൂർ ജാമ്യം കിട്ടിയിട്ട് മാത്രമേ ഉള്ളൂ. മുൻ ഭാര്യ സരിത, അവർക്ക് ഈവൻ പൂർണ്ണ ഗർഭിണിയായിരുന്ന കാലത്ത് പോലും അവർക്ക് അനുഭവിക്കേണ്ടിയിരുന്ന പീഡനങ്ങളെ കുറിച്ച് അവർ വളരെ പബ്ലിക്കായിട്ട് മൊഴി കൊടുത്തതാണ്. അപ്പോ ഏതാണ്ട് സംസ്കാരവും രീതിയും ഒക്കെ ഇത് ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ